ഇന്നത്തെ ലൈവില് ഗംഭീര മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. അതിഥികൾക്കായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്. എന്നാൽ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പായി തന്നെ രേണുവിന്റെ തകർപ്പൻ ലുക്കിലുള്ള തകർപ്പൻ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബിഗ് ബോസ് അത് പ്രേക്ഷകരെ എടുത്ത് തന്നെ കാണിക്കുകയും ചെയ്തിരുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജയികളെ ആശംസിക്കുക എന്നുള്ളതായിരുന്നു. ഈ ആക്ടിവിറ്റി കേട്ടപ്പോൾ തന്നെ, ടോപ്പിക് വിഷയം കേട്ടപ്പോൾ തന്നെ ബിൻസിക്ക് അത്രയ്ക്ക് സന്തോഷമൊന്നും ആയില്ല. നമുക്കുള്ളതാണ്, അത് അവരെ ആശംസിക്കാൻ. ബിൻസിയെ സംബന്ധിച്ച് താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നില്ല. എന്നാലും ഇവരൊക്കെ വന്നത് എന്തിനാണെന്ന് ഒരിക്കൽ കൂടി ബിഗ് ബോസ് ഇവരെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുകയാണ്. ആ സമയത്താണെങ്കിലാണ് നല്ല കിടില ലുക്കിലാണ് കേട്ടോ രേണു എത്തിയിരിക്കുന്നത്. രേണു ഓണത്തിന് വന്നതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഓണത്തിന് പോലും രേണു ഇത്തരം ലുക്കിലായിരുന്നില്ല കേട്ടോ, വേറെ ഏതൊരു ലുക്കിലായിരുന്നു ഓണത്തിന് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ലുക്കിലൊക്കെയാണ് കേട്ടോ രേണു ഇപ്പോൾ വീടിനകത്ത് നടക്കുന്നത്. രേണു മൊത്തത്തിൽ അങ്ങോട്ട് മാറിയില്ലേ. തുടക്കത്തിൽ വന്ന രേണു അല്ല ഇപ്പോൾ. രേണു അങ്ങനെ ചോദിക്കുന്നതും പറയുന്നതൊക്കെ മാത്രമൊക്കെ നോക്കി കണ്ടൊക്കെ ആൻസർ പറയുന്നുള്ളൂ. മാത്രമല്ല സംസാരവും രീതിയും പെരുമാറ്റവും ഒക്കെ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം തന്നെയാണ് കേട്ടോ സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിലും ജാടയില്ല, അഹങ്കാരം ഇല്ല എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ജാട അഹങ്കാരം ഒന്നുമില്ല. ഇത്ര ഫെയിം കിട്ടി ഇപ്പോൾ വന്നവരിൽ, അതായത് സീസൺ 7 ഏത് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ആർക്കും കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് രേണുവിന് എത്തിയത്. എങ്കിൽ പോലും ഒരു അഹങ്കാരം, ഒരു ജാടയോ ഇല്ലാതെ തന്നെയാണ് രേണു വീട്ടിൽ കഴിയുന്നത്. ആവശ്യത്തിന് മാത്രമേ ഒരു ആൻസറൊക്കെ പറയുന്നുള്ളൂ. എല്ലാ കാര്യത്തിനും ചാടിക്കേറിയൊന്നും പറയുന്നില്ല. അത് മുമ്പ് അത്തരത്തിൽ തന്നെ ആയിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. രേണു മോർണിംഗ് സോങ്ങിൽ ഡാൻസിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, കട്ടിൽ തന്നെ കിടക്കുമായിരുന്നു. നൂറ ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് രേണുവിന്. ആ സമയത്ത് തൊട്ടപ്പുറത്ത് നിന്ന് ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുൻഷി പറയുന്നുണ്ട്. മുൻഷി രേണുടുത്ത് പറയാണ്, രേണുവിനെ പെട്ടി പൊക്കാനായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടോ? അതായത് രേണു എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ പെട്ടി പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോന്ന്. രേണു മറുപടി ഒന്നും പറയുന്നില്ല. ആളെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെയൊന്നും മറക്കല്ലേ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രേണു അതിനും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ മാഡം എന്നൊക്കെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് രേണു എന്നെ കളിയാക്കുകയാണോ അതോ പുള്ളി തമാശയാണോ, എന്താണ് ഉദ്ദേശിച്ചെന്ന് അറിയില്ല. രേണു അത് മൈൻഡൊന്നും ചെയ്യുന്നില്ല. മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ തുടക്കം തന്നെ ബിഗ് ബോസ് ബിൻസിയെടുത്താണ് ടാസ്ക് ചെയ്യാൻ പറഞ്ഞത്. ബിൻസി രസകരമായിട്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോസ് ആ ഒരു ടാസ്ക് ആദ്യം തന്നെ ബിൻസി ചെയ്യാൻ പറഞ്ഞത്. ബിൻസിക്ക് മാനസികമായിട്ട് ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ടാസ്ക്കാണ്. അതായത് വിജയകിരീടം ചൂടാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിനന്ദനങ്ങൾ. ഇപ്പോൾ 6 പേരാണെങ്കിലും അവരെല്ലാവരും വിജയികളായിരിക്കുകയാണ്. അപ്പോൾ അവരെ അഭിനന്ദിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു ബെസ്റ്റ് വിശ്വാസത കൊടുക്കാൻ പറയുന്നത് ബിൻസിയെ സംബന്ധിച്ച് വലിയ താല്പര്യമുള്ളൊരു കേസല്ല. ബിൻസി അതെങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അതങ്ങോട്ട് പോയി. പക്ഷേ എല്ലാ കുടുംബാംഗങ്ങളും കൈയടിച്ചത് രേണു പറഞ്ഞതിനോടാണ് കേട്ടോ. രേണു ഓരോരുത്തരുടെ പേരെടുത്തെടുത്തിട്ടാണ് തുടക്കം പറയുന്നത്. ഓരോരുത്തരെയും രേണുവിൻ്റെ സ്നേഹവും മനസ്സിൽ അസൂയ, കുശുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. തനിക്ക് കിട്ടാത്തത് നിനക്കും കിട്ടണ്ട എന്നുള്ളൊരു മൈൻഡല്ല. തനിക്ക് കിട്ടിയില്ല, നിങ്ങൾക്കെങ്കിലും കിട്ടിയല്ലോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അഭിനന്ദനങ്ങളായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞു തുടങ്ങിയത്. തുടക്കം രേണു ആയിരുന്നു ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് വിഷ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു തുടങ്ങി. എന്തായാലും ഗംഭീര മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ എല്ലാത്തിനും പറഞ്ഞു വിടും കേട്ടോ. പിന്നെ അവർക്ക് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. ഇന്നൊരു എവിക്ഷൻ കൂടി നടക്കുന്നുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചു, ചേച്ചി എവിക്ഷൻ നടന്നിട്ടുണ്ടോന്ന്, ഇന്ന് എവിക്ഷൻ നടന്നിട്ടുണ്ടോന്ന്. തീർച്ചയായിട്ടും ഇന്നൊരാൾ കൂടി പോകും. എന്താണെങ്കിലും നമുക്ക് നോക്കാം ആരാണ് പോവാന്നുള്ളത്. ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം, ഈ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു എവിക്ഷനാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഫിനാലെ എന്ന് മാത്രമല്ല, എപ്പോഴും ബിഗ് ബോസിൽ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ആരാണ് വിജയിക്കേണ്ടതെന്നുള്ളത്. അതിൽ ബിഗ് ബോസിനെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ നല്ല നല്ല ക്ലിപ്സ് കാര്യങ്ങൾ കൂടുതൽ ഇടാൻ പറ്റും, അല്ലാണ്ട് നെഗറ്റീവ്സ് ഒക്കെ കൂടുതൽ പുറത്തേക്ക് പോവാതെ ഹൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുക്കാമെന്നല്ലാതെ വോട്ടിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രേക്ഷകരാണ് അതിന് വിധി എഴുതുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണ് വിജയകിരീടം ചൂടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് തന്നെ വോട്ട് ചെയ്യുക. പ്രേക്ഷക വിധി അനുസരിച്ചിട്ടുള്ള എവിക്ഷനാണ് നടന്നിരിക്കുന്നത്. ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം, ബിഗ് ബോസ് വീടിനകത്ത് ആരൊക്കെ എന്തൊക്കെ സപ്പോർട്ടിനുണ്ടെങ്കിലും വോട്ടിന് വേണ്ടിയിട്ട് വിധി തേടാൻ പ്രേക്ഷക കയ്യിലേക്കാണ് എത്തുന്നത്. നമ്മളാണ് വിധി എഴുതുന്നത്. അപ്പോൾ അത്തരമൊരു എവിക്ഷനാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ആരാണ് പുറത്തു പോയിരിക്കുന്നത്? ഇന്നലെ ആദില പോയി, ഇന്ന് ആരാണ് ടോപ്പ് 5? ഇനി ആരായിരിക്കും വിജയകിരീടം ചൂടാ? വോട്ട് ചെയ്യുക, മറക്കാതെ വോട്ട് ചെയ്യുക. ഇനി 2 ദിവസം കൂടി എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം ബിഗ് ബോസിലെ വിശേഷങ്ങൾ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.